ഈ ഒരു സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഫോണിന് വേണ്ടിയിട്ടാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം ഓർമ്മ വന്നേ. അതായത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ സ്മാർട്ട് ഫോൺസ് വരുന്നത്, ഈ ടച്ച് ഫോൺസ് ഉണ്ടല്ലോ അത് വരുന്നത്. എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ പേരൊക്കെ ആ ഫോൺ വാങ്ങി, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഈ മറ്റേ കൊച്ചു ഫോണും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛന് വാങ്ങിച്ചു തരാൻ പറ്റുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അച്ഛൻ പറഞ്ഞു, നോക്കട്ടെ, ഒരു വർഷം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. ഒരു വർഷം അങ്ങനെ വീണ്ടും 1.5 വർഷമായി, 2 വർഷമായി, എന്നിട്ടും വാങ്ങി തന്നില്ല. പക്ഷെ ഞാൻ കുറേ ചോദിച്ച് ഒരു 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വാങ്ങി തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ ചെന്നിട്ട് ഒരു ഫോൺ ചോദിച്ചു. അപ്പോഴത്തേക്ക് അവൻ 11th-ലോ 12th-ലോ ഒക്കെയാണ്. അധികം താമസിക്കാതെ അവൻ ആ ഫോൺ കിട്ടി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്ന സമയത്ത് അതങ്ങനെ അത്ര അത്യാവശ്യമുള്ള സംഭവമൊന്നുമല്ല. ഈ ഫോണില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ അനിയൻ അത് ചോദിച്ചു തുടങ്ങിയപ്പോൾ അതൊരു നെസസിറ്റി ആയി തുടങ്ങി. ആ ഫോൺ ഇല്ലെങ്കിൽ അവന് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു ഫോണല്ലേ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പാരൻസ് ഈ കുട്ടികൾക്ക് എല്ലാം ഈസി ആയിട്ട് വാങ്ങിക്കൊടുക്കുന്നു, അവരെ സ്പോയിൽ ചെയ്യുന്നു എന്നൊന്നുമല്ല. എന്തൊക്കെ തന്നെ നമ്മൾ അവരെ കാണിക്കില്ല, കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാലും സ്കൂളിലൊക്കെ പോയിട്ട് അവരിതൊക്കെ മനസ്സിലാക്കും. സോ അവരുടെ എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. നമുക്കിത് കിട്ടാൻ നമ്മൾ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അന്ന് ഇതിനൊക്കെ എന്തോരം വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ടോ കഥകളായിട്ടോ ഒക്കെ കുട്ടികളിൽ എത്തിക്കാൻ നോക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർക്ക് ആ സംഭവത്തിൻ്റെ വാല്യൂ അറിയണം. അവർക്ക് ഇന്ന് അത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഈസി ആയിട്ട് കിട്ടുന്നത് എന്തോരം വാല്യുബിളാണ്, അത് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല അത് ഈസി ആയിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയാൽ മാത്രം മതി.